കിളിയുടെ പ്രവചനം. ഗോപന്റെ വിവാഹം നിശ്ചയിച്ച അവസരം. അവൾ വീട്ടിൽ വന്നാൽ പിന്നെ വെച്ചടി കയറ്റം തന്നെയല്ലേ? ഗോപൻ തൻ്റെ ഗ്രാമത്തിലെ ഉത്സവപ്പറമ്പിലെ കിളിശാസ്ത്ര സുഹൃത്തിനോട് പരിസരത്തുള്ള ആൾക്കാർ കേൾക്കാതെ ചെവിയിൽ ചോദിച്ചു. പിന്നല്ലാണ്ട്, നിങ്ങളുടെ ഒരു പ്രവൃത്തിക്കും അവൾ എതിരല്ല, മാത്രമല്ല സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ആ കിളിശാസ്ത്ര സുഹൃത്ത് ഗോപന് ഉറപ്പ് നൽകി. സന്തോഷം കൂടിയപ്പോൾ ഗോപൻ വീണ്ടും പോക്കറ്റിൽ കൈയിട്ട് ഒരു 100-ന്റെ നോട്ട് കൂടി സുഹൃത്തിൻ്റെ കയ്യിൽ പിടിപ്പിച്ചു. സുഹൃത്ത് സന്തോഷത്തോടു കൂടി വാങ്ങി ഗോപനെ ഒന്നുകൂടി അനുഗ്രഹിച്ചു. ക്ലാ 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 ക്ലീ ക്ലീ ക്ലീ. ഇതെന്താ? കിളിയുടെ അനുഗ്രഹം. ഹാവു, ആശ്വാസമായി. ഗോപൻ വേഗം വീട്ടിലേക്ക് മടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞു. തകൃതിയിൽ ഗോപന്റെ വിവാഹം കഴിഞ്ഞു. ആദ്യ രാത്രിയിൽ ഗോപൻ തൻ്റെ പ്രവചന സുഹൃത്ത് ഭാര്യയെക്കുറിച്ച് പറഞ്ഞ മഹിമകളെല്ലാം ഗോപൻ ഭാര്യയെ പറഞ്ഞു കേൾപ്പിച്ചു. അതൊക്കെ കേട്ട് അന്തം വിട്ട ഭാര്യ ഗോപേട്ടനെ തനിക്ക് കിട്ടിയ വരദാനമാണെന്ന് പറഞ്ഞ് ആ രാത്രി ആഘോഷിച്ചു. സ്വതവേ മദ്യപാനിയായിരുന്നു ഗോപൻ. വിവാഹ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ തൽക്കാലം മദ്യം നിർത്തിയെന്ന ഒരു ന്യൂസ് നാട്ടുകാർക്കിടയിൽ ഉണ്ടാക്കിയതാണ്. കാരണം ഇപ്പോൾ പെൺകുട്ടികളെ വിവാഹത്തിനായി കിട്ടാനില്ല. നല്ല പൈമ്പാൽ സ്വഭാവമുള്ള ആൺകുട്ടികൾ തന്നെ പെൺപിള്ളാരുടെ അച്ഛനമ്മമാരുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് നടന്നിട്ട് പോലും നാട്ടിൽ പെണ്ണ് കിട്ടാത്ത കാലം. അതുകൊണ്ട് ഗോപൻ ഒരു അഡ്വാൻസ് ഫോർമുല പ്രയോഗിച്ചെന്നേ ഉള്ളൂ. അതിൽ വിജയിച്ചപ്പോൾ ഗോപന് പെണ്ണ് റെഡി. പക്ഷേ എത്ര നാൾ അടക്കി വെക്കും? ഗോപൻ കുടിമുട്ടി നിൽക്കെ ഒരു ദിവസം ഭാര്യ വീട്ടിൽ വിരുന്നിന് പോകേണ്ടി വന്നു. ചമഞ്ഞൊരുങ്ങി രണ്ടുപേരും അവളുടെ വീട്ടിലെത്തി. ഭക്ഷണത്തിന് ശേഷം അമ്മായിയപ്പൻ മരുമകൻ ഗോപനെ മുകളിലേക്കുള്ള റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയി 2 പെഗ് കൊടുത്തു. ഗോപൻ തൻ്റെ കിളിശാസ്ത്ര സുഹൃത്തിനെ ഓർത്തു. എല്ലാത്തിനും അവൾ തന്നെ അവസരം ഉണ്ടാക്കി തരും. ശരിയാണ്, അവളുടെ കൃപയാണ്. ഇന്നിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഒരു തുള്ളി തൊണ്ട തൊടാൻ കിട്ടില്ലായിരുന്നു. ഒരാഗ്രഹവും നടക്കാതിരിക്കില്ല. പിന്നെയും അമ്മായിയപ്പൻ ഒഴിച്ചു കൊടുത്തു. നല്ല സ്നേഹമുള്ള അമ്മായിയപ്പൻ. ആർക്കും കിട്ടില്ല ഇങ്ങനെ ഒരു അമ്മായിയപ്പനെ. ഗോപൻ അതും പറഞ്ഞ് സ്നേഹം മൂത്ത് അമ്മായിയപ്പൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. അതുകൊണ്ട് കയറു എന്ന മകൾക്ക്, അല്ലെങ്കിൽ ഗോപൻ്റെ ഭാര്യയ്ക്ക് സംഗതി പിടികിട്ടി. അവൾ രൂക്ഷമായി ഗോപനെ നോക്കി, പിന്നെ അപ്പനെയും. ഇല്ലടി മാളെ, ഒരു പെഗ് അത്ര കൊടുത്തുള്ളൂ അല്ലേ മരുമകനെ? അപ്പൻ ദയാനീയമായി ഗോപനെ നോക്കി ചോദിച്ചു. അല്ല പിന്നെ, വെറും ഒരു പെഗ് മാത്രം, സത്യം. അവൾ ഓർത്തു. ഗോപേട്ടൻ്റെ ആ സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം. ചുമ്മാതെ കുടിയൊക്കെ നിർത്തി വീട്ടിലുണ്ടായിരുന്ന ആളെ താനിവിടെ കൊണ്ടുവന്നതിനാൽ അപ്പൻ മോശമാക്കി. താനാണ് അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുത്തതെന്ന് ഓർത്തപ്പോൾ അവൾ പിന്നെ കൂടുതലൊന്നും ബഹളം വച്ചില്ല. വീട്ടിൽ മടങ്ങിയതിനു ശേഷവും പിന്നീട് അങ്ങോട്ട് ഗോപൻ വെള്ളമടി തുടർന്നു. അവളാണല്ലോ ബ്രേക്കാക്കി വെച്ചത്. അത് പിന്നെ ഗംഭീരമായി തുടർന്നു പോകാതിരിക്കുമോ? അങ്ങനെ ഇരിക്കെ ഗോപൻ ഒരു ദിവസം കുടിച്ച് ഗട്ടറിൽ വീണ് കാലൊടിഞ്ഞു. കിടപ്പിലായി. ഭാര്യയ്ക്ക് സന്തോഷമായി. ഇനി കുടിക്കാനായി പോകാൻ കഴിയില്ലല്ലോ. ഗോപനും വീട്ടിലിരുന്ന് മടുത്തു. ഒടിഞ്ഞ കാലം വെച്ച് എവിടെയും പോകാൻ വയ്യ. ഭർത്താവിനെ ശുശ്രൂഷിച്ചു കഴിയവേ ഭാര്യ ഗോപനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മദ്യം വാങ്ങുകയോ കുടിച്ചു വരികയോ ചെയ്യില്ല എന്ന്. ഭാര്യയുടെ ദുഃഖം കണ്ട് ഗോപൻ സത്യം പാലിക്കാൻ ഉറച്ചു. കാല് സുഖമായപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങി. ഒരു ദിവസം ഭാര്യ പത്രമെടുത്ത് നോക്കിയപ്പോൾ ഒരു ചെറിയ നോട്ടീസ്. എന്നും കാണുക പതിവാണ്. വല്ല കടയുടേതും ആകാം. അതിനാൽ ശ്രദ്ധിക്കേണ്ടെന്ന് തോന്നി. പെട്ടെന്ന് എന്തോ വാക്ക് കണ്ണിലുടുക്കി. നിങ്ങൾ മദ്യപാനിയാണോ? ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അതെ, ഗോപേട്ടൻ കുടിച്ച് ദേഹമൊക്കെ വല്ലാണ്ടായതാണ്. അങ്ങനെയുള്ളവർക്ക് ആരോഗ്യം വെക്കാനുള്ള വല്ല മരുന്നായിരിക്കും. ഗോപേട്ടന് കൊടുക്കാം. ദേ മനുഷ്യ, ഈ നമ്പറിലൊക്കെ ഒന്ന് വിളിച്ച് നോക്കൂ. വേണ്ടടി, എനിക്ക് മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല, ഗോപൻ പറഞ്ഞു. ദേ മനുഷ്യ, കള്ളു കുടിച്ച് ദേഹമൊക്കെ വല്ലാണ്ടായിട്ടുണ്ട്, ഒന്ന് വിളിക്ക് പ്ലീസ്. ഭാര്യ കുറേ നിർബന്ധിച്ചപ്പോൾ ഗോപൻ വിളിച്ചു. ഹലോ ഹലോ ഏട്ടാ, ഞങ്ങൾ മറ്റേ കുപ്പിയുടെ ആൾക്കാരാണ്. വീട്ടിലെത്തിക്കാം, സ്ഥലം പറയൂ.
ഗോപന് ലഡ് പൊട്ടി. തൻ്റെ പ്രവചനക്കാരൻ സുഹൃത്ത് ആള് ഭയങ്കരൻ തന്നെ. ഭാര്യ കാരണം ഏത് ആഗ്രഹവും സാധിക്കും, എല്ലാം കിട്ടും. അതെ, ഒരു ഫുള്ള് തെക്കേപ്പാടത്തെ റോഡിൽ ആദ്യത്തെ വളവിലുള്ള വൈറ്റ് കളർ ഒറ്റ നില വീട്. ഓക്കെ ചേട്ടാ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള രസകരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.